ഇതൊരു തട്ടിക്കൂട്ട് യാത്രയാണ്. അതെ, ഞങ്ങൾ തട്ടിയും മുട്ടിയും ഇണങ്ങിയൊക്കെ പോകുന്നൊരു യാത്ര. പക്ഷേ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? ഓർമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഓർമ്മകൾക്ക് നിറം നൽകാൻ നേരിട്ടുള്ള കാഴ്ചകൾ വേണമെന്നില്ല. കണ്ട കാഴ്ചകളേക്കാൾ ഒരാൾ നമുക്ക് ഓർത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അയാളുടെ സ്മെല്ലിലൂടെ ആയിരിക്കും. എന്താ ശരിയല്ലേ? അങ്ങനെ ഓരോ ആളുകൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അതെ, ബലത് പെർഫ്യൂംസ്. ഇത്രയും ദൂരം ഞാൻ ഇവിടേക്കായിട്ട് മാത്രം വന്നതാണ്. ഇവിടെ അത്രയും വെറൈറ്റീസ് ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. പെർഫ്യൂംസ് മാത്രമല്ല, ഇവിടെ ഒറിജിനൽ അത്തറും ഊതും ഒക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ ഏത് ഫ്രാഗ്രൻസ് ആണോ പറയുന്നത് അത് ഇവരിവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് തരും. എന്തിനു കൂടുതൽ പറയുന്നു, നമ്മുടെ മമ്മൂക്കെ ഷാരൂഖ് ഖാനൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് വരെ ഇവരിവിടുന്ന് ഉണ്ടാക്കി തരും. അതിനൊക്കെ ഒരുപാട് റേറ്റ് ആണ്, പക്ഷേ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കി തരും. പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യാത്ത എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ച എൻ്റെ അനിയനെ കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്നേക്കാൾ വലിയ കൺഫ്യൂഷൻ അവനായിരുന്നു. എല്ലാ സ്മെല്ലും ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ടായി. പെർഫ്യൂംസും അത്തറൊന്നും യൂസ് ചെയ്യാത്ത എനിക്ക് അവരവിടുന്ന് അത്തറിൻ്റെ ഒരു സാമ്പിൾ കയ്യിലാക്കി തന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പർച്ചേസൊക്കെ കഴിഞ്ഞ് കാറ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്മെല്ല് എനിക്ക് കണക്റ്റായി. ഒരു രക്ഷയില്ല. വീട്ടിലെത്തിയ ഒരു കുളി കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ ലൈറ്റ് സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അറിയാതെ ഞാനൊരു അത്തർ ഫാനായിപ്പോയി. അതെ, ആ മാനസിക രോഗി ഞാൻ തന്നെ. പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ SM സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങി. ഷോപ്പ് വരുന്നത് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിലെ തൊട്ടടുത്താണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ കാരണം ഒരാൾ ആരെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ.